ദുൽഖർ സൽമാനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചെന്നും ദുൽഖറിന്റെ സിംപ്ലിസിറ്റി കണ്ടപ്പോൾ താൻ കരഞ്ഞുപോയെന്നും പറയുകയാണ് നടി ജ്യോതി കൃഷ്ണ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ദുൽഖറിനെ കണ്ടുമുട്ടിയതെന്നും ജ്യോതി കൃഷ്ണ പറയുന്നു. ഞാൻ എന്ന സിനിമയിൽ തന്റെ നായകനായ ദുൽഖറിനെ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോഴുള്ള അനുഭവമാണ് ജ്യോതി കൃഷ്ണ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പങ്കുവച്ചത്. ദുൽഖറിന്റെ സിംപ്ലിസിറ്റി കണ്ട് കരച്ചിൽ വന്നുവെന്നാണ് ജ്യോതി കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നത്. പലർക്കും തൻ്റെ പേര് പോലും അറിയില്ല. ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് എന്ന രീതിയിലേ അറിയൂ. എന്നാൽ താൻ ഏറ്റവും സുന്ദരിയായി കാണപ്പെട്ടിട്ടുള്ളതായി തനിക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം തോന്നിയിട്ടുള്ളത് ഞാൻ എന്ന സിനിമയിലെ കഥാപാത്രമായപ്പോഴാണെന്നും ആ കഥാപാത്രമായപ്പോൾ ലെൻസ് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നുവെന്നും എന്താണോ ഒരു മലയാളി പെൺകുട്ടി അതായിട്ടാണ് ഞാനിലെ കഥാപാത്രമായി എത്തിയതെന്നും ജ്യോതി പറയുന്നു. ദുബായിലാണ് താമസം എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുതരം ഡ്രസ്സും ഇടാറുണ്ട്. പക്ഷേ എത്ര മോഡേൺ വസ്ത്രം ധരിച്ചാലും നാടൻ സ്റ്റൈലിലുള്ള ധാവണിയോ സാരിയോ ഒക്കെ ധരിച്ചാൽ എല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാറുണ്ടെന്നും ഇത്തരം വസ്ത്രമാണ് ചേരുന്നത്, ഇതാണ് നീ എന്നൊക്കെ പറയുമെന്നും താരം പറയുന്നു. അതുപോലെ ഞാൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂവിയാണ് ഞാൻ. ദുൽഖറിന്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഉള്ളിൽ ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടാകുമായിരുന്നുവെന്നും ജ്യോതി തുറന്നു പറയുന്നുണ്ട്. ദുൽഖറിന്റെ ഒരു 10 വർഷത്തെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണല്ലോ എന്നും താരം കൂട്ടിച്ചേർത്തു. ദുബായിൽ കൂടെയുള്ളതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ആദ്യമൊന്നും അവരോട് സിനിമാ നടിയാണെന്ന് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെന്നും പക്ഷേ സ്വാഭാവികമായും അവർ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ കാണുമ്പോൾ അത് വെരിഫൈഡ് ആയിരിക്കും. സ്വാഭാവികമായും അവർ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ആണോ എന്ന്. പിന്നീട് നടിയാണോ എന്ന് ചോദിക്കുമെന്നും ദുൽഖറിന്റെ പേര് പറയുമ്പോഴാണ് നിങ്ങൾ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അവർ അതിശയത്തോടെ ചോദിക്കുകയെന്നും ജ്യോതി പറയുന്നുണ്ട്. അതൊരു വലിയ ക്രെഡിറ്റ് ആണ് ഇപ്പോൾ എന്നും താൻ ഒപ്പം അഭിനയിച്ചിട്ടുള്ള താരങ്ങളിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ താരമായി നിൽക്കുന്നത് ദുൽഖർ സൽമാനാണെന്നും ജ്യോതി പറയുന്നു. മാത്രമല്ല ഞാൻ എന്ന സിനിമ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് തന്നിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകളുടെ റിസപ്ഷന് കുടുംബവുമൊത്ത് പോയപ്പോഴാണ് ദുൽഖർ സൽമാനെ കണ്ടത്. അടുത്തുപോയി മിണ്ടണോ അതോ തന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷനായിരുന്നുവെന്നും പിന്നീട് എന്തും വരട്ടെ എന്ന് കരുതി ഹായ് പറഞ്ഞുവെന്നും അത് കേട്ടതും ദുൽഖർ സൽമാൻ വേഗം തിരിച്ചറിഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഹഗ് ചെയ്തുവെന്നുമാണ് ജ്യോതി പറയുന്നത്. ബോംബെ മാർച്ച് 12 അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ദുൽഖറിനൊപ്പം സീനുകളില്ലായിരുന്നു. ആ സിനിമയിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മമ്മൂക്ക തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതായി താൻ കേട്ടിട്ടുണ്ടെന്നും ജ്യോതി പറയുന്നുണ്ട്. അതേസമയം ചുരുക്കം ചില സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ജ്യോതി കൃഷ്ണ. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന നടി തന്റെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട്. ഭർത്താവിനും മകനുമൊപ്പം ഗൾഫിലാണ് ജ്യോതി ഇപ്പോൾ താമസിക്കുന്നത്. 2011 ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതി കൃഷ്ണ അഭിനയത്തിലേക്ക് വന്നത്. അതിനുശേഷം ലാസ്റ്റ് ബെഞ്ച്, ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട്, ഗോഡ് ഫോർ സെയിൽ, ലിസമേഡ് വീട് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപിനൊപ്പമുള്ള ലൈഫ് ഓഫ് ജോസൂട്ടി, ഞാൻ എന്നീ സിനിമകളിലൂടെയാണ്. അഭിനയിച്ചതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഞാൻ എന്ന ചിത്രത്തിലെ ലക്ഷ്മിക്കുട്ടിയാണെന്ന് ജ്യോതി കൃഷ്ണ പലപ്പോഴായി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.